38 ഇപ്പോൾ പൈക്കളില്ല കേട്ടോ. ഇല്ല, ഞങ്ങൾ നടന്നില്ല. ഞങ്ങൾ രാവിലെ ഇതിലെ പോയി ഇതിലെ പോയി ഇതിലെ വന്നു ചോറ് വെച്ച കഞ്ഞോണ്ട് കോയിനാട്ടിയമാര് ഞങ്ങൾ ഇഞ്ച മുന്നൊന്നും ഓടില്ല. എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ കാക്കേ കുടിയിൽ കണക്ക് വെച്ചാൽ ആളില്ല. അവിടുത്തെ നേതാവും അവിടുത്തെ ഭരണാധികാരിയൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എബിനും എംപിനും ഒക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ അത് എബിനും എംപിനും വാങ്ങണ ബുദ്ധിയല്ല കേട്ടോ. അത് അവിടെ ഒന്ന് ചെരിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുക 13,000. ഇപ്പം എനിക്ക് പറഞ്ഞു മനസ്സിലായി. ഇതൊക്കെ ഞാൻ തന്നെ പറഞ്ഞുതരാം. വെക്കലും വളമ്പലും ഞാൻ തന്നെയാണ്, വലിയർത്താനും പറച്ചിലും ഞാൻ തന്നെയാണല്ലോ. ശരി, എംപിനും 90-നും ബജ്ജ് വാങ്ങിയ ഒരു ഔഡ് വീക്കോ അല്ലെങ്കിൽ ചെരുവ വന്നാൽ പിന്നെ കിട്ടുക 15-16. ഇതൊന്നും പിന്നെ തല പോയാലും ഒരു ഉറുപ്പ പോവില്ല, ചത്തു പോയില്ലെങ്കിൽ ഒരു 8 അണ പോവില്ല, 8 അണ പോവില്ല. തൊണ്ടറച്ചില്ല. ആ കാര്യത്തിൽ ഇഗ്രിമെന്റ് ചെയ്ത് തരാം, യാതൊരു സംശയ കാര്യത്തിലില്ല. പിന്നല്ലേ ഈ പജ്ജ് നല്ല കാക്കലുട്ടി ഇതുകൊണ്ടിരിക്കും. 15 ദിവസം ഈ പജ്ജ് ഞാൻ അവിടെ വെച്ച് കാരണം ഒരു ദിവസമല്ല, 15 ദിവസം തൊട്ടിൽ വെച്ച് ഇല്ല, കുട്ടില്ല. 15 ദിവസം. പക്ഷേ ഈ വിലയിലെ വെറുതെ പാല് 9 ലിറ്റർ പാല് ഒരു ദിവസം. 15 ദിവസം ഞാൻ അവിടെ വെച്ച് കറന്ന പജ്ജാണ്. ഇപ്പോഴൊന്നും ഇവിടെ വെക്കൂല. വീട്ടിലേക്ക് ഞാൻ തോത്തുകൊണ്ട് കറക്കുന്നു. രാവിലെ സൊസൈറ്റി ഞാനൊക്കെ കാണിച്ചാൽ സൊസൈറ്റിക്ക് പാൽ കൊടുത്ത ബില്ല് ഒരു ബാഗ് നിറച്ച് കായല്ല, കായ് ഒത്തിരിച്ചില്ല. അവിടുത്തെ പുണ്ണാക്കൊന്നും കൊണ്ടല്ല. ഇപ്പൊ മുന്തിയ വെച്ചാണ് കേട്ടോ, മുന്തി വെച്ചാണ് 40,000 റുപ്യ. പുളിച്ചതും കെട്ടതും ഞാൻ അങ്ങേ പേരുന്ന് കുറച്ച് കഞ്ഞിനെല്ലാം കൊണ്ടു പാർന്നാലും അത് കുടിച്ചു. അതൊന്നും തിരിച്ചു അങ്ങനെ ഒരു വെച്ചുണ്ട്. കുട്ടില്ല. എരുമപ്പാലിന് തുല്യ. എരുമപ്പാല് എന്ന് പറഞ്ഞ എരുമപ്പാൽ ഇവിടെ പെറ്റ് കുട്ടി നാശായത്. ഇപ്പോൾ ഞാൻ കൊടുന്നിട്ട് 17-18 ദിവസമായിരുന്നു. ഇവിടെ കറക്കാണ് വിസിറ്റ് കൊടുക്കണേ. കുട്ടി പോയതാ, പെറ്റുടുമ്പോ പോയതാ. പജ്ജ് 6 മാസം കറന്ന പജ്ജ് ചെനക്കാറുള്ളൂ. അപ്പോൾ കൊണ്ടേ കുത്തിയേക്കാം. എന്നാലും ഒരു 7 മാസം പിന്നെ കറക്കും. ഇതൊക്കെ ധൈര്യപ്പെട്ടിച്ച് കൊണ്ടിരിക്കുക. ഇതിൻ്റെ കോയക്കാരെ തോത്താണത്. 20 കൊല്ലമായി ഈ കയറി ഞാൻ അവിടെ കെട്ടിയിട്ട്. 20 കൊല്ലം, 20 ദിവസമല്ല, 20 കൊല്ലമായി. നിങ്ങളാ നാട്ടിലൊക്കെ പോയി വെക്കുന്ന പൈക്കൊക്കെ വലിച്ച കളക്കുള്ളൂ. ഇപ്പം നിലമ്പൂർക്കാണ് ഇപ്പോൾ ഒരു പജ്ജ് ഇപ്പോൾ ഇവിടെ കയറിപ്പോയി. നിങ്ങളെ 5 മിനിറ്റ് പിന്നെ പുള്ളിപ്പജ്ജ് ഒരു ചോന്ത വയ്ക്കും. നിങ്ങൾക്ക് അതാ വേണ്ട ഇതാ വേണ്ട പറഞ്ഞ ഇതാ വേണ്ടു അതാ വേണ്ടേ ഈ പജ്ജ് അതുകൊണ്ട് ബുജിയാ ഇതൊന്ന് കഞ്ചിച്ച് വെച്ചു. ആ പാലേറ്റ് എറിഞ്ഞ 35 വയസ്സായ ആൾ പോകും. അത്തരക്കാനാണ്. അച്ഛാ ഉരുളൻ കല്ലോണ്ടല്ല, അത് ഇരുന്നൊന്ന് പിഞ്ഞടിച്ചു കൊടുത്താൽ പറ്റിയ ഒന്ന് നനച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾക്ക് ഈ സമയത്ത് മൂപ്പര് വാങ്ങിക്കൊടുത്ത് പള്ളിക്ക് നിന്ന് കിട്ടിയപ്പോൾ മൂക്കൊന്ന് വിടടാ കയറായി. നിങ്ങളതായിക്കോളെ. അനക്കഞ്ഞ അറിയില്ല, എൻ്റെ ഒന്നും മഞ്ചേന്ന് പജ്ജ കൊണ്ടുപോയില്ല. ഞങ്ങളെ കൊണ്ടുപോയി കൊടുക്കരുത്. അത് ഞാൻ പേടിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കുടുക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ 10 ഏക്കർ വാങ്ങണം. ഇതിന്മേ നമ്മൾ നിങ്ങളെ കുടുക്കിക്കാണ്ട് മേടിച്ച എന്താ മേടിച്ചെന്നുള്ള കൂടി മനസ്സിലാക്കണം. 10,000 കിട്ടിയ വലിയ കിട്ടിയ അല്ലെങ്കിൽ കൊടുത്ത ഇവിടെ വാ. ഇതൊക്കെ കിട്ടുന്ന എന്ത് ചണ്ടിയും ചെറുക്കും ഏത് ഇത് കിട്ടിയാലും തിന്നും കുടിച്ച് നിങ്ങൾ തന്നു. പിന്നെ സാഹിബ് ഇനി വൈകിട്ടുണ്ടേക്കോ അത് വില കയറും. പക്ഷെ അതൊന്നും അത്ര വെല്ല് ഞാൻ തോത്തുന്ന കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് അത്ര വെല്ല് വേണോ? ഞാൻ നിൽക്കുന്നിടത്തേക്ക് കൊണ്ട് ജിജ് കരുതിയിടത്തേക്ക് ഞാൻ വരില്ല. ഇത്രേ അല്ല ജിജ് തന്നെയില്ലേ? ഇങ്ങനത്തെ പൈക്കളാവുമ്പോ നമ്മൾ പിന്നെ അറിവിലേക്ക്
ഈ പുറത്ത് കൂടണോ? ആ അത് പറഞ്ഞതാണ്. ഇത് കുട്ടി പോയ വെച്ചാണ്. ആ നിങ്ങളത് കാണൂല. അത് കണ്ടു ചിലപ്പോൾ എന്താ കുഞ്ഞുപായക്കൻ്റെ ഒത്തില്ലല്ലോ. ആ ചന്തയിൽ കണ്ട ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നില്ല. അതിലിപ്പോൾ എന്താണ് ഒരു 5000 പെണ്ണുങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പരിചാനയക്കും മിസ്മില്ലേന് പറശന മുൻനിർത്തി കൊടുക്കും. അയാളെ കുട്ടികളെ ധൈര്യം ആകട്ടെ. നമ്മളെ കൊണ്ട് വെറുതെ കൊടുക്കാൻ കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ 40 റുപ്യ ഒരു കാമ്പ് 40 റുപ്യക്ക് ഇങ്ങനത്തെ ഒരു പഞ്ച് ഇപ്പോൾ അറക്കാൻ കിട്ടൂല കുട്ടി. കിട്ടൂല. നിങ്ങൾ പറയും ചോദിച്ചാൽ നമ്മൾ കുറ്റം പറയല്ലേ. കിട്ടൂല. 40 റുപ്യക്ക് ഇതിന് ഏത് അതിനൊരു കാമ്പുണ്ടായാൽ മതി. ഈ പഞ്ച് ഒരു ഒറ്റ കാമ്പുണ്ടായാൽ മതി. പാലല്ലേ മനസ്സിന് വേണ്ടിയുള്ളൂ. അല്ല ആയിക്കോട്ടെ. ഇതേ ഇതല്ലേ വേണ്ടിയുള്ളൂ. ആ ബക്കറ്റ് ഞാൻ ഇപ്പം കറന്നിട്ടില്ലല്ലോ. എൻ്റെ കൈക്ക് തരച്ച് കറന്നിട്ട് എന്തിനാണ് കൊണ്ടുപോയാൽ മതി. അല്ല നുണ അല്ല ഈ പഞ്ച് ഇവിടെ നിർത്തുമോ? നിങ്ങളിതൊന്ന് ആലോചിച്ച് ഈ പഞ്ച് ഇവിടെ നിർത്താൻ കാരണം എന്താണ്? അല്ലിപ്പോൾ ആ കയറ്റം കൊണ്ട് എന്താ നിർത്താൻ കാരണം? എന്നാ 25 റുപ്യ തന്നളച്ച് കൊണ്ടേക്കോ. ഇനി ഞാൻ കുറച്ച് കണ്ടാൽ തരും നിങ്ങൾക്ക്. ഞാൻ ഒരു സംഖ്യ കുറച്ചിട്ട് ഈ പജ്ജ കൊണ്ടേക്കോ. ഈ പജ്ജ കൊണ്ടേ എൻ്റെ ആവശ്യങ്ങളെല്ലാം ഉള്ളത് ചെയ്ത് നടക്കും. അല്ലല്ല 5 റുപ്യ ഇറ്റല്ലേ അല്ലേ അങ്ങനെ ഞാൻ പറയണെന്ന് വെച്ചാൽ വലിയ സംഖ്യ പോണേ. 20 ഞാനോട് പറഞ്ഞു അങ്ങനത്തെ ഒരാളല്ല എന്നുള്ള കേൾക്കാനോട് പറയാം. നിങ്ങളെ മൂത്തൊക്കെ ഇട്ടപ്പോ പറയാം എന്ത് പറയല്ല. നിങ്ങളത് മാന്തിക്കൂട്ടം പറയല്ലേ. ഒരു വില്ലുക്കോലിന്റെ മുള്ളിന് ഇതില്ല. എന്നാ പിന്നെ ചെന്റെ വർത്താനം അപ്പൊ ഇനിയിപ്പോ ഓരോ വർത്താനം പറഞ്ഞ് പരക്ക് അതിനെ തരൂല. അതിനല്ല 46 ഉറുപ്പിച്ച് തന്നുള്ള ഇനിയിപ്പോ 2500 ഉറുപ്പിക പറഞ്ഞതിന്റെ മുകളിൽ കൂട്ടിയിട്ട് എനിക്ക് മാണിച്ച് കൊണ്ടേക്കോ അല്ലെങ്കിൽ എന്തിനു പോയിട്ട് ചോദിച്ചെന്നെ വേണ്ടി വെച്ച് അതിനിപ്പോ നിങ്ങൾക്ക് തന്നെ ഞാൻ ഇപ്പൊ പറയില്ല. അതിന്റെ കാരണം എന്താ പറയുക, നിങ്ങൾ ഇവിടുന്ന് വെച്ചോ വാങ്ങിക്കോളേ. ഇത് താഴത്ത് പോയി വാങ്ങിക്കോളൂ. അവിടെ റിവിന് കിട്ടും. ഈ ബൈക്കളെ ഇത് കിട്ടൂല. കൊടുക്കുകയാണെങ്കിൽ 3 നേരം കറക്കേണ്ടി വരുമോ പഞ്ച്? അതാ പറയണത്. ഇതിൻ്റെ ഉള്ളിൽ കോടി ഉണ്ടോക്ക ഞാൻ മിസ്പിഞ്ചല് കഴിഞ്ഞിട്ട് കൊണ്ട് ഞാൻ തന്നെ അവിടെ പോവാ. ചാടൊക്കെ അന്നൊക്കെ പോകണ്ടേ. മറ്റേ പച്ചും കൂട്ടിച്ചും കൊണ്ടേക്കോ. ആ ചേട്ട പച്ചും കൂട്ടി. എന്നാ പിന്നെ പ്രായമില്ലാത്തോണ്ട് മതിയോ? എന്നാ തരും ഉസ്താദേ. എത്ര പറ Bye.